നമ്മളിപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, കൃഷിനെ കുറിച്ചിട്ടല്ലേ. എല്ലാവരും കൃഷി ചെയ്ത് ജീവിക്കുന്നു അല്ലേ. എല്ലാവരുടെ വീട്ടിലും കൃഷി ചെയ്യുന്നുണ്ടാ? എന്തെല്ലാം കൃഷി ചെയ്യല്? ചീര, കോവയ്ക്ക, വാഴ, പയറ്, നെല്ല്, ഇതെല്ലാം കൃഷി ചെയ്യുന്നുണ്ടല്ലേ. തക്കാളി എല്ലാവരും കൃഷി ചെയ്യുന്നില്ലേ? ടീച്ചറെ വീട്ടിലിപ്പം കൃഷി ചെയ്യുന്നുണ്ട്. ടീച്ചറെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടെന്നറിയുവാ? തക്കാളി ഉണ്ട്, വഴുതനങ്ങയുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്. ടീച്ചർ ആയിട്ട് അമ്മ കൊണ്ടുത്തരാം കേട്ടാ. നമുക്ക് അംഗൻവാടിയിൽ കറി വെക്കാമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇതില്ലേ ഒരു കുഞ്ഞിനാമയും നീലിക്കാക്കേൻ്റെ ഒരു കഥ പറഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്യുന്നേ, അത് നമുക്ക് പറയാം കേട്ടാ. അത് നമുക്ക് പയ്യെ കളിക്കാം കേട്ടാ. ഇപ്പം നമുക്ക് ഈ കഥ പറയാ. ഏതാ കഥ നോക്കാം, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. എന്നിട്ട് ഈ കഥ നമുക്ക് പഠിക്കണം കേട്ടാ. കുഞ്ഞിനാമയും നീലിക്കാക്കയും. നീലിക്കാക്ക കൊക്കിൽ പഴവുമായി പറന്നു വന്നു. എന്നാ ചെയ്തത്? നീലിക്കാക്ക കൊക്കിൽ പഴവുമായി പറന്നു വന്നു. എന്നിട്ട് എന്നാ ചെയ്തത്? നീലി മരക്കൊമ്പിലിരുന്ന് പഴം തിന്നാൻ തുടങ്ങി. കാക്ക അങ്ങനെയല്ലേ ചെയ്യുക? എന്ത് സാധനം കിട്ടിയാലും മരക്കൊമ്പിലിരുന്നിട്ട് ഇങ്ങനെ കൊത്തി കൊത്തി തിന്ന് നമ്മൾ കണ്ടില്ലേ? അങ്ങനെ മരക്കൊമ്പിലിരുന്ന് തിന്നാൻ തുടങ്ങി. താഴെ കുഞ്ഞനാമ കൊതിയോടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആരാ നിൽക്കുന്നുണ്ടായിരുന്നേ? കുഞ്ഞനാമ. ആമേനെ കണ്ടില്ലേ എല്ലാവരും? ടീച്ചർ ആ സാധനം എല്ലാം കൊണ്ടുവന്നിട്ട് ടീച്ചർ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തരാൻ പറ്റാതെ കൊണ്ടുവന്നു കേട്ടാ. ടീച്ചർ എല്ലാം കാണിച്ചു തരാം. കാക്കേനതാ ടീച്ചറായിട്ട് ഉണ്ടാക്കിക്കൊണ്ടത് കണ്ടിട്ട് നിങ്ങളതാ അതിൻ്റെ മേലെ വെച്ച് ടീച്ചർ കണ്ടാ. നമുക്ക് പയ്യ എല്ലാം എടുത്തിട്ട് കഥ പറയാം കേട്ടാ. അപ്പോൾ എന്താ ചെയ്തത്? കുഞ്ഞിനാമയ്ക്ക് വല്ലാതെ കൊതി തോന്നി അത് കണ്ടിട്ട്. ഒരു കഷ്ണം പഴം എനിക്ക് തരാമോ? ആരാ ചോദിച്ചത്? ആമ ചോദിച്ചു, ഒരു കഷ്ണം പഴം എനിക്ക് തരാമോ? അപ്പോൾ എന്താ നീലി പറഞ്ഞത്? ഞാൻ തരില്ല. ഞാൻ തരില്ല. നീലി പഴവുമായി പറന്ന് പോയി. എങ്ങനെയാ കാക്ക പറക്കുക? കാക്ക പറന്ന് പോയി. ആമയ്ക്ക് കരച്ചിൽ വന്നു. എങ്ങനെയാ ആമ കരഞ്ഞത്? നകിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങി ആമ. എന്നിട്ടോ അപ്പോഴാണ് ഒരു വീരനാന ഈ കാഴ്ചയെല്ലാം കണ്ടു നിൽക്കുന്നത്. ആരാ കണ്ടു നിൽക്കുന്നത്? ആന അല്ലേ. എന്തു പറ്റി കുഞ്ഞാ? ആന ചോദിച്ചു. നിങ്ങൾ കരയുമ്പോൾ നമ്മൾ ചോദിക്കൂലേ എന്നാ നിങ്ങൾക്ക് പറ്റിയെന്നേ? അതേപോലെ ആന കുഞ്ഞിനോട് ചോദിച്ചു, എന്തു പറ്റി കുഞ്ഞാ? നീ എന്തിനാ കരയുന്നത്? വീരൻ തുമ്പിക്കൈ കൊണ്ട് കുഞ്ഞനെ എടുത്തുയർത്തിക്കൊണ്ട് ചോദിച്ചു. അവൻ നടന്നതെല്ലാം ആനയോട് പറഞ്ഞു കൊടുത്തു. സാരമില്ല കേട്ടോ, നമുക്ക് ഒന്നല്ല ഒരുപാട് പഴങ്ങളുണ്ടാക്കാം. ആരാ പറഞ്ഞത്? ആന. നല്ല മക്കൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ. ആനയാണ് പറഞ്ഞത്. നമുക്കൊന്നല്ല കുറേ പഴങ്ങളുണ്ടാക്കാം. അതെങ്ങനെ? കുഞ്ഞിന് സംശയമായി. വീരൻ വഴി പറഞ്ഞു കൊടുത്തു. കുഞ്ഞൻ തലകുലുക്കി സമ്മതിച്ചു. എന്നാ ചെയ്തു നിന്നിട്ട് വീരൻ തുമ്പിക്കൈയിൽ വാഴക്കന്നുമായി വന്നു. നമ്മൾ കൊലയുണ്ടാക്കണമെങ്കിൽ അതിന് കന്ന് കുഴിച്ചിട്ടുണ്ടേ. അങ്ങനെ ആന എന്താ ചെയ്തത്? തുമ്പിക്കൈയിൽ കന്നുമായി വന്നു. കുഞ്ഞനാമ കുഴി കുത്തി. തൂമ്പയെടുത്തിട്ട് കുഞ്ഞനാമ കുഴി കുത്തി. എന്നിട്ടോ വീരനാന വാഴ നട്ടു. രണ്ടുപേരും ചേർന്ന് അതിന് വളമിട്ടു. വീരൻ തുമ്പിക്കൈയിൽ വെള്ളം നിറച്ചൊഴിച്ചു. വാഴ വളർന്നു വലുതായി അല്ലേ. വാഴ എന്താ ചെയ്തത്? വളർന്നു വലുതായി. വാഴ കുലച്ചു. രണ്ടുപേരും എന്നും വാഴയ്ക്ക് നനച്ചു കൊടുക്കും അല്ലേ. ഒടുവിൽ കായ പഴുത്തു. എന്തല്ലേ കായ പഴുത്തു. എന്നിട്ട് എന്നാ ചെയ്തത്? പഴം കണ്ടപ്പോൾ നീലിക്കാക്ക മെല്ലെ പമ്മി അടുത്തുകൂടി അല്ലേ. അന്നേരം കുഞ്ഞിനാമ പറഞ്ഞു, അവളെ നമുക്ക് ഓടിക്കണം. അപ്പം ആന എന്നാ പറഞ്ഞത്? അത് വേണ്ട കുഞ്ഞാ,
നമുക്ക് അവൾക്കും ഒരു പഴം കൊടുക്കാം അല്ലേ? അപ്പോൾ എന്തായി? ആനയ്ക്ക് സങ്കടമായി അല്ലേ? നമ്മൾ എന്ത് സാധനം കിട്ടിയിട്ടാകുമ്പോൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണ്ടേ? നമ്മളെല്ലാവരും മുഖത്ത് നോക്കി തിന്നാൻ പാടണ്ട. അതാണ് ആന ചെയ്തതല്ലേ? ആന പറഞ്ഞു അവൾ ചെയ്തതുപോലെ നമ്മൾ ചെയ്യണ്ട, നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല സുഹൃത്തുക്കൾ അങ്ങനെയല്ലേ ചെയ്യുക? എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ 3 പേരും പഴം തിന്ന് എല്ലാവരും മടങ്ങിപ്പോയി അല്ലേ? നല്ല കഥയല്ലേ? ഈ കഥ നമുക്ക് പഠിക്കണം അല്ലേ?